റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇവിടെ ഈ വചനത്തിലൂടെ ദൈവം 2-3 കാര്യങ്ങളാണ് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിന്റെ ആത്മീയത യേശുവിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഉയർപ്പിച്ചത് ക്രിസ്തു യേശുവിനെയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവായി തീർന്നപ്പോഴാണ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത്. അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും വചനം പറയുന്നത്, നമ്മളിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മീയത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലാണ് ദൈവം ആ ആത്മീയത കൊണ്ട് നമ്മുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മീയത നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ ആത്മീയമായി മരിച്ച നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ആ ജീവനാണ് പിന്നീട് നിത്യജീവനായി തീരുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ആത്മീയമായ മരിച്ച അവസ്ഥയിൽ നിന്നും ജീവൻ പ്രാപിക്കുന്നവരായി തീരാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ ആത്മീയതയിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.